അപ്പം നമ്മൾ റീറ്റെയിനിങ് വാൾ ന്യൂമറിക്കൽസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് തന്നെ ആക്റ്റീവ് കണ്ടീഷൻ ഫോർ C5 സോയിൽ ആൻഡ് പാസീവ് കണ്ടീഷൻ ഫോർ C5 സോയിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു. എങ്ങനെയൊക്കെ അതിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം മാറും എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. ഓക്കെ, അപ്പം ആ ഫിഗേഴ്സ് ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ജസ്റ്റ് ആ ഫിഗേഴ്സ് നോക്കിയേക്കുക. വ്യത്യാസം വരുന്ന ഫിഗേഴ്സാണ്, സാധാരണ വരയ്ക്കുന്ന പോലെ അല്ല, ഇച്ചിരി വ്യത്യാസമുണ്ട്. ആ സി കമ്പൗണ്ടിൻ്റെ കോഷ്യൻ കമ്പൗണ്ട് വരുമ്പോഴത്തേനും ഫിഗേഴ്സ് ജസ്റ്റ് ഒന്ന് മാറും, ആക്റ്റീവിലും പാസീവിലും കണ്ടീഷൻ. അപ്പോൾ അതുകൂടെ സി കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിഗർ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കും. ഓക്കെ, ഇനിയിപ്പം ഒന്ന് ന്യൂമറിക്കൽസ് നമുക്കൊന്ന് ജസ്റ്റ് ചെയ്യാം. ഈ ക്വസ്റ്റിനകത്ത് റിറ്റൈനിങ് വാളിൻ്റെ ഹൈറ്റ് 7 മീറ്റർ, കോഷ്യൻ്റെ വാല്യൂ C 17 ആണ്, ഗാമ യൂണിറ്റ് വെയിറ്റ് 16, ഫൈ ഈസ് ഗിവൺ ആസ് 0, ഫൈ വാല്യൂ 0. അപ്പം ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക്, അതായത് ഇസഡിൻ്റെ വാല്യൂ, ഇസഡ് സിയുടെ വാല്യൂ, ടോട്ടൽ ആക്റ്റീവ് ഫോഴ്സ് ബിഫോർ ഒക്കറൻസ് ഓഫ് ടെൻസൈൽ ക്രാക്ക് ആൻഡ് ടോട്ടൽ ആക്റ്റീവ് ഫോഴ്സ് ആഫ്റ്റർ ഒക്കറൻസ്. ഓക്കെ, നമ്മളിപ്പോൾ പ്രത്യേകം നമ്മൾ പഠിച്ചായിരുന്നു ആക്റ്റീവ് കണ്ടീഷനിൽ ബിഫോർ ആൻഡ് ആഫ്റ്ററിൽ ആക്റ്റീവ് ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. അപ്പം ആ ഇക്വേഷൻ കാണാൻ പഠിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഡെറൈവ് ചെയ്തെടുക്കുക. ബെറ്റർ ടു സ്റ്റഡി ലേൺ ബൈ ഹാർട്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്കിന് ഇക്വേഷൻ ഇസഡ് സിക്ക് ഇക്വേഷൻ ഉണ്ട്. അതേപോലെ ഈ പറഞ്ഞ പോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോർമേഷൻ ടെൻസൈൽ ക്രാക്കിന് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. അപ്പം നേരിട്ട് ഇസഡ് സി കണ്ടുപിടിക്കാൻ പോവാണ്. ഇസഡ് സിയുടെ ഇക്വേഷൻ ആയിരിക്കുന്നത് 2C√K/Ka ഗാമ. ഇതിനകത്ത് നമുക്ക് ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഒക്കെ, അപ്പം ഇതിനകത്ത് താഴത്തെ ഒരു K വെട്ടിക്കളയും. കാരണം എന്താ, K എന്ന് വെച്ചാൽ 2 റൂട്ട് ഓഫ് വാല്യൂ ആണ്. സോ ഇൻ എഫക്റ്റ് K ഈസ് ഈക്വൽ ടു Kയുടെ വാല്യൂ 5 ഉണ്ട്, 1 - sin 5 1 + sin 5 നമുക്ക് 1 കിട്ടും. ഇസഡ് സിൻ്റെ വാല്യൂ 2.125 കിട്ടും. ഓക്കെ, ഇതാണ് ഇസഡ് സിയുടെ വാല്യൂ, ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ഫോർമേഷൻ ടെൻസൈൽ ക്രാക്ക് ആണ്. ബിഫോറിനകത്ത് ബിഫോറിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബാക്കി നമ്മുടെ എല്ലാ വാല്യൂസും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അതേപോലെ ആഫ്റ്റർ ഫോർമേഷൻ ഓഫ് ടെൻസൈൽ ക്രാക്ക് ആണെങ്കിൽ ആഫ്റ്ററിൻ്റെ ഇക്വേഷൻ നമ്മുടെ ഉണ്ട്, PA ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ബിഫോർ ആഫ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. പിന്നെ ഉള്ളത് രണ്ട് കേസ്, ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് ആൻഡ് ഡെപ്ത് ഓഫ് അൺസപ്പോർട്ട് എക്സ്കവേഷൻ, ഒരു HCയുടെ ഇക്വേഷൻ. അങ്ങനെ 4 ഇക്വേഷൻ നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ ടോപ്പിലും ബോട്ടത്തിലും വരുന്ന സ്ട്രെസ് വാല്യൂസ് അത് ചോദിച്ചാൽ അത് എഴുതുക. ഓക്കെ, ഫൈൻ. അപ്പം ഇത് അത്ര ഉള്ള ഈ ക്വസ്റ്റിനകത്ത് ടോട്ടലാണ് പറയുന്നത്. മറ്റേ ഓരോ സ്ട്രെസ്സും ചോദിച്ചിട്ടില്ല, പകരം ലാസ്റ്റ് ടെൻസൈൽ ക്രാക്ക് ഉണ്ടാകുന്നതിന് മുമ്പും പിൻപും അത്രേ ഉള്ളൂ. പിന്നെ ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക്, ഇതാണ് ഈ ക്വസ്റ്റ്യൻ. വേറെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതാണ്, ഫൈൻഡ് സ്ട്രെസ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ C5 സോയിൽ. ഗാമയുടെ വാല്യൂ ഉണ്ട്, C വാല്യൂ ഉണ്ട്, ഫൈ വാല്യൂ ഉണ്ട്. പിന്നെ ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്കും ഡെപ്ത് ഓഫ് അൺസപ്പോർട്ട് എക്സ്കവേഷനും പറഞ്ഞിട്ടുണ്ട്. ഫൈൻ, ഒരു കുഴപ്പമില്ല. പിന്നെ ആക്റ്റീവ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് റിറ്റൈനിങ് വാൾ 8 മീറ്റർ. അപ്പോൾ നമുക്ക് ആക്റ്റീവ് കണ്ടീഷനാണ്, C5 സോയിലാണ്. സോ സി കറസ്പോണ്ടിങ് വരയ്ക്കുമ്പോഴത്തേന് നമുക്കറിയാം ഫിഗർ ഇങ്ങനെ ഇരിക്കും. മുകളിലും താഴെയും 2 സെറ്റ് ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. അത് നമ്മൾ കറസ്പോണ്ടിങ് എഴുതി വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ സ്ട്രെസ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈൻഡ് ദ ടോട്ടൽ ആക്റ്റീവ് ഫോഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. അപ്പോൾ ആ ഇക്വേഷൻ വേറെയാണ്. സ്ട്രെസ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം വരുമ്പോഴത്തേനും ആ ഇന്റർസെപ്റ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പം ആ ടോപ്പ് വരുമ്പോഴത്തേനും എന്തായിരിക്കും, 2C√K. അത് നെഗറ്റീവായി നമുക്കറിയാം, പാഠത്തിനകത്ത് ജസ്റ്റ് നെഗറ്റീവ് കാണിച്ചു വെച്ചാൽ മതി, വാല്യൂലൊന്നും പറയണ്ട. സ്ട്രെസ് അറ്റ് ബോട്ടം K ഗാമ H - 2C√K എഴുതുക. ഇപ്പോൾ Kയുടെ വാല്യൂ എന്തോ 1 - sin 5 1 + sin 5. ഫൈൻ്റെ വാല്യൂ ഇവിടെ 12 ആണ്. സോ അത് കിട്ടും 0.655. സ്ട്രെസ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് കിട്ടും. പിന്നെ കിട്ടേണ്ട വാല്യൂസ്, ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് ZC, കറസ്പോണ്ടിങ് HC, ഹൈറ്റ് ഓഫ് അൺസപ്പോർട്ടഡ് എക്സ്കവേഷൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ ZC = 2.756 ആൻഡ് HC 5.52. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ടതേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് ഈ ആൻസറും കിട്ടുമെന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ പ്രത്യേകം പഠിക്കുക. നമുക്ക് ആക്റ്റീവ് കണ്ടീഷൻ പഠിക്കുന്ന ഇക്വേഷൻസ് 6 ഒന്ന് സ്ട്രെസ് അറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം 2 ഇക്വേഷനായി. പിന്നെ ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് 3ാമത്തെ ഇക്വേഷൻ, ഡെപ്ത് ഓഫ് അൺസപ്പോർട്ട് എക്സ്കവേഷൻ 4ാമത്തെ ഇക്വേഷൻ, 5ഉം 6ഉം ടോട്ടൽ ആക്റ്റീവ് ഫോഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോർമേഷൻ ടെൻസൈൽ ക്രാക്ക്. ഇത്ര ഇക്വേഷൻസ് ആണ് C5 സോയിൽ ആക്റ്റീവ് കണ്ടീഷന് മാത്രം വരുന്നത്. ഇത്രയും നോക്കിയേക്കും. ഇനിയിപ്പം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. ഒരു 3 ലെയറുള്ള ഒരു സോയിൽ നോക്കുവാണ്. 3 ലെയർഡ് ബാക്ക് ഫില്ലാണ്. ടോട്ടൽ ഹൈറ്റ് 15, ഓരോ ലെയറും 5 വെച്ച്. ഓക്കെ, ഡ്രോ ദ ആക്റ്റീവ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം. ഓക്കെ, ഇത് ഇച്ചിരി ഡിഫറൻ്റ് ആണ്. ഡിഫറൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂടും. 3 ലെയറാണ്. ഇതുവരെ നമ്മൾ 3 ലെയറിൻ്റെ പ്രോബ്ലം ചെയ്തില്ല. അപ്പം ആ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം.
ഇവിടെ ഓരോ ലെയറിൻ്റെ ഗാമ സി ആൻഡ് ഫൈ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെയറിൻ്റെ ഗാമ 20, സെക്കൻഡ് ലെയറിൻ്റെ 18, ലാസ്റ്റ് ലെയറിൻ്റെ 16. ടോപ്പ് ലെയറിൻ്റെ സി വാല്യൂ 0, സെക്കൻഡ് ലെയറിന് 20, ലാസ്റ്റ് ലെയർ 35. 5 വാല്യൂ 35, 25, 0. ഫുൾ ഡിഫറെൻ്റ് ആണ്, ഓരോ കേസിലും ഡിഫറെൻ്റ് ആണ്. ഗാമയും സിയും ഫൈയും മൊത്തം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആദ്യം നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഏത് കണ്ടീഷൻ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ ആക്റ്റീവ് പ്രഷർ ഡയഗ്രം. അപ്പം ആക്റ്റീവ് നമുക്കറിയാം C5 സോയിലാകുമ്പോൾ ആക്റ്റീവ് കണ്ടീഷനിൽ മുകളിൽ നെഗറ്റീവ് ഉണ്ട്, താഴെ പോസിറ്റീവ് ഉണ്ട്. നമ്മുടെ ഇനീഷ്യൽ ഫിഗർ, ഈ പറഞ്ഞ ഫിഗറിനകത്ത് നമ്മൾ വരച്ച പോലത്തെ ഫിഗറാണ് വരാൻ പോകുന്നത്, ഇടയ്ക്കത്തെ ഫിഗർ പ്രഷർ ഡിവിഷൻ ഡയഗ്രം. ഓക്കെ, അപ്പോൾ അതൊക്കെ. ഇനിയിപ്പോൾ ഓരോ കണ്ടീഷനിലേക്ക് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സി വാല്യൂ എവിടെയൊക്കെ ഉണ്ട്, എവിടെയൊന്നും ഇല്ല. അപ്പം ഈ പറഞ്ഞ നമ്മളിവിടെ വരച്ച ഒരു പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മുകളിൽ നെഗറ്റീവ് പോർഷൻ വരുന്നത് ഏറ്റവും മുകളിൽ നിന്നൊരു പർട്ടിക്കുലർ ഡെപ്ത് വരും. അതായത് ആ പറഞ്ഞ ടൈപ്പ് ഡെപ്തിൻ്റെ പേരാണ് ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക്. അപ്പം ടെൻസൈൽ ക്രാക്ക് വരുന്നിടം വരെയാണ് ഈ പറഞ്ഞ ആ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് നമ്മുടെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം തിരിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ആ ലെയറിൽ സി ഉണ്ടെങ്കിലേ ആ പറഞ്ഞ 2c√k സീൻ്റെ വാല്യൂ ഇടാൻ പറ്റത്തുള്ളൂ. ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്തുവാ, അവിടെ സിയുടെ വാല്യൂ ഡിഫോൾട്ടായിട്ട് 0 ആണ്. സി ഇസ് നോട്ട് ഗിവൺ. പക്ഷേ C5 സോയിൽ, കാരണം എന്തുകൊണ്ട് ലെയർ 2ലും 3ലും സി വാല്യൂ ഉണ്ട്. സോ C5 സോയിലിനെ പറയാൻ പറ്റുന്ന ലെയർ സോയിലാണ്. മുകളിലെ കേസിൽ C0, സീന് വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മുകളിലെ കേസിൽ C0 ആണെങ്കിൽ പിന്നെ ഈ പടം വരയ്ക്കുമ്പോഴത്തേനും മുകളിലെ കേസിൽ 2 × 0 × √k എന്ന് വരും. അവിടെ വാല്യൂ 0 ആയിപ്പോയി. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നുമില്ല. അപ്പം പിന്നെ ഫിഗർ സാധാരണ പോലത്തെ ഫിഗർ പോലെയാണ് വരുന്നത്. പക്ഷേ എണ്ണം കൂടുതലായതുകൊണ്ട് ആ ഒരു രീതിയിൽ പടം വരയ്ക്കുന്നത് കുറച്ച് വരയ്ക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും, അത് എത്താം. ഓക്കെ, അപ്പോൾ ഇത്ര ആലോചിക്കുക, C0 ആയതുകൊണ്ട് മുകളിലെ ഒരു നെഗറ്റീവ് പോർഷൻ നമ്മൾ വരയ്ക്കുന്ന ആ പോർഷൻ വരത്തില്ല, കാരണം 2c√k എന്നൊരു കമ്പോണൻറ്റ് 0 ആയി പോവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ടോപ്പ് ലെയറിൻ്റെ സി വാല്യൂ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പടം വരും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വാല്യൂ വരും, ഇല്ലെങ്കിൽ ആ പറഞ്ഞ വാല്യൂ നമ്മൾ ആലോചിക്കേണ്ട. ഓക്കെ, ഈ കേസിൽ ടോപ്പ് കേസിൽ C0 ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട, ഡയറക്റ്റ് ഫിഗറിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഫിഗർ ഒന്ന് വേറെ ഒന്ന് എടുത്ത് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഓക്കെയാണ്. നമ്മൾ അടുത്ത അല്ല ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ ഇതിൻ്റെ സ്റ്റെപ്പ് പറയാം. ഇതിൻ്റെ സ്റ്റെപ്പ് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ പണ്ട് ചെയ്യുന്നതിനെക്കാട്ടും. ആദ്യം ഓരോ ലെയറിൻ്റെയും K കണ്ടുപിടിക്കുക. K1, K2, K3. കാരണം ഓരോരുത്തരും 5, 35, 25, 0. കറസ്പോണ്ടിങ് 1 - sin 5, 1 + sin 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും K1, K2 ആൻഡ് K3 കിട്ടും. 0.27, 0.4058 ആൻഡ് K3 1. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. നമുക്ക് ഓരോ ലെയറിൻ്റെയും നമുക്ക് ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ വാല്യൂവും വേണം, പിന്നെ ഡിഫോൾട്ടായിട്ട് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനും വേണം, എക്സ് ബാറും എക്സിൻ്റെ വാല്യൂവും വേണം. ഓക്കെ, അതും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, നമുക്ക് ABCD 4 പോയിന്റ്സ് ആണ്. അപ്പം എ പോയിന്റിൽ പ്രത്യേകിച്ച് വേറെ സർചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പിന്നെ സി വാല്യൂ 0 ആയതുകൊണ്ട് പിന്നെ അവിടെ ഡിഫോൾട്ടായിട്ട് ഈ പറഞ്ഞ അവിടെ ഒന്നും വാല്യൂസ് ഒന്നും കാണത്തില്ല, അവിടെ 0 ആയിരിക്കും, കുഴപ്പമില്ല. C0 ആണ്, പിന്നെ ബാക്കി ഡിഫോൾട്ട് സർചാർജ് ഒന്നുമില്ല. സോ നമുക്ക് അവിടെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനിയാണ് നമുക്ക് പ്രശ്നം വരുന്നത് B, C ആൻഡ് D. ഇത്ര ആലോചിക്കുക. ആ ബി ലെയർ ഒന്ന് നോക്കുക. ബിക്കകത്ത് ബിയുടെ തൊട്ട് മുകളിലും തൊട്ട് താഴെ ആലോചിക്കുക. ബി വരച്ചിരിക്കുന്ന ലൈനിൻ്റെ തൊട്ട് മുകളിലും തൊട്ട് താഴെ ആലോചിക്കുക. അപ്പോൾ ബിയുടെ തൊട്ട് മുകളിൽ എന്തോ ലെയർ 1ഉം ബിയുടെ തൊട്ട് താഴെ ലെയർ 2 ആണ്. ലെയർ 2 പ്രോപ്പർട്ടീസ് വരുന്നത്, പ്രോപ്പർട്ടി മാറുകയാണ്. അതായത് ബി ലൈൻ കഴിഞ്ഞ് തൊട്ട് മുകളിൽ ഗാമയുടെ വാല്യൂ 20, സി വാല്യൂ 0, 5 വാല്യൂ 35. ആ ബി ലൈൻ കഴിഞ്ഞ് തൊട്ടിപ്പത്ത് ലെയർ 2 ആകുമ്പോഴത്തേനും എന്തുവാ, ഗാമയുടെ വാല്യൂ 18, സി 20, 5 25. അതേപോലെ സിയിലേക്ക് വരുമ്പോഴത്തേനും സിന്ന് തൊട്ട് മുകളിൽ വരുന്ന പ്രോപ്പർട്ടി എന്തുവാണ്, ആ ലെയർ 2ൻ്റെ പ്രോപ്പർട്ടീസ് എഴുതുക. സി തൊട്ട് താഴെ വരുമ്പോൾ ലെയർ 3 പ്രോപ്പർട്ടീസായി വ്യത്യാസം വരും. അപ്പം ബിയിലും സിയിലും പ്രോപ്പർട്ടി ചേഞ്ച് ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്. ചെറിയൊരു ഗ്യാപ്പിനിടയ്ക്ക് 2 ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ് വരുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറ്റ് ബി എബോ ഇൻ്റർഫേസും ബിലോ ഇൻ്റർഫേസും ഒരു സംഭവം എടുക്കേണ്ടി വരും. അറ്റ് സി എബോ ഇൻ്റർഫേസ് ആൻഡ് ബിലോ ഇൻ്റർഫേസ്. ഡി ആകുമ്പോഴത്തേക്കും ലെയർ തീരുവാണ്, സോ എബോ ഇൻ്റർഫേസ് മാത്രം മതി. താഴെ നമുക്ക് തീരും, നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എയിലും പ്രശ്നമില്ല, ഡിയിലും ഒറ്റ വാല്യൂ ഉള്ളൂ. പക്ഷേ ബിയും സി ആകുമ്പോഴത്തേനും എബോ ആൻഡ് ബിലോ ഇൻ്റർഫേസ് എടുക്കേണ്ട ക്വസ്റ്റ്യൻ എടുക്കേണ്ട പ്രോബ്ലത്തിൽ നമുക്ക് ഈ പറഞ്ഞ ആക്റ്റീവ് ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഫിഗർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അറ്റ് എ ഞാൻ ലെയർ 1 ആദ്യം എഴുതുന്നുണ്ട്. ലെയർ 1 എഴുതി കഴിഞ്ഞാൽ അങ്ങനെ എഴുതിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ഒഴിവാകും. ലെയർ 1, ലെയർ 2, ലെയർ 3 എഴുതി പോവാം. പിന്നെ ബിൻ്റെ പ്രത്യേകം എഴുതുക. ഓക്കെ, അപ്പം ലെയർ 1 എഴുതി കഴിഞ്ഞാൽ
അറ്റ് എ ഒന്നുമില്ല, സി 0 ആണ്, സർചാർജിന്റെ വാല്യൂസും ഇല്ല. സോ പി എ 0 എഴുതി കഴിഞ്ഞു. അറ്റ് ബി, ബിയിലാണ് ഞാൻ പറഞ്ഞ എബോ ഇന്റർഫേസും ഉണ്ട് ബിലോ ഇന്റർഫേസും ഉണ്ട്. ഇപ്പം നമ്മൾ ആദ്യം പോകുന്ന എങ്ങോട്ടാ? ആദ്യം എബോ ഇന്റർഫേസ് എഴുതുക. ആ ലെയർ 1 തന്നെയുള്ള എബോ ഇന്റർഫേസ്. അപ്പോഴത്തേക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടുത്തെ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ വേറെ ഒന്നും നമ്മളിവിടെ എഴുതിയ ഇക്വേഷൻ തന്നെ, കെ ഗാമ എച്ച് മൈനസ് 2c റൂട്ട് കെ. അതാണ് നമ്മുടെ ഇക്വേഷൻ, നമുക്കറിയാം. പക്ഷേങ്കിൽ അത് വിത്ത് റെസ്പെക്ട് ടു പ്രോപ്പർട്ടീസ് ഓഫ് ലെയർ 1 എഴുതണം. ഓക്കെ, വെറുതെ എഴുതിയാൽ പോലെ. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ചെയ്തു? K1 ഗാമ 1 H1 മൈനസ് 2C1 റൂട്ട് K1 എല്ലാം 1 എടുത്തിയ 1 ഫോർ ലെയർ 1 ആയതുകൊണ്ട് കറസ്പോണ്ടിങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് K1 നമുക്ക് മുകളിൽ കിട്ടി, ഗാമ 1ഉം H1ഉം എല്ലാം C1 എല്ലാം നമുക്ക് തൊട്ടിപ്പുറത്തെ ഡിഫൈൻഡ് ആണ്. ഓരോ ലെയറിന്റെ ഹൈറ്റ് H5 ആണ്. ഗാമ C5 കറസ്പോണ്ടിങ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറസ്പോണ്ടിങ് കിട്ടും ദ വാല്യൂ ഓഫ് ബി എബോ ഇന്റർഫേസ് 27.1. ചോദിക്കുക 27.1 വരും. ഇനിയിപ്പം ഞാൻ ബിലോ ഇന്റർഫേസ് വരുവാണ്. ബിലോ ഇന്റർഫേസ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബി, ആ ലൈൻ ബിന്റെ തൊട്ട് താഴെ വരുന്ന കേസിൽ അവിടെ വരുന്ന ഗാമ ഇൻറ്റു എച്ച് വരുന്ന വാല്യൂ തൊട്ട് മുകളിൽ ലെയറിന്റെ തന്നെയാണ്. പക്ഷെ പ്രോപ്പർട്ടി മാറി. ശ്രദ്ധിക്കുക, പ്രോപ്പർട്ടി ജസ്റ്റ് മാറി. അതായത് പ്രോപ്പർട്ടി എന്തൊക്കെയാണ് മാറിയത്? ഗാമ വാല്യൂ മാറി, സി വാല്യൂ മാറി, ഫൈ വാല്യൂ മാറി. അപ്പൊ K2 എടുക്കേണ്ടി വരും, C2 എടുക്കേണ്ടി വരും, ഗാമ 2 എടുക്കേണ്ടി വരും കറസ്പോണ്ടിങ്. ഓക്കെ, അപ്പൊ അതിലേക്ക് വരുമ്പോഴത്തേനും ഇത്ര ശ്രദ്ധിക്കുക, നമുക്ക് വെയിറ്റ് വരുന്നത് ഗാമ 2 മാത്രം എടുക്കേണ്ട. കാരണം അതാണ് ഗാമ 2 എടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഗാമ 1 H1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അവിടെ വരുന്ന യൂണിറ്റ് വെയിറ്റിന്റെ വെയിറ്റ്. ഗാമ 2 മാത്രം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ആ ഒരു പോയിന്റിൽ അവിടെ ഗാമ 2ന്റെ വാല്യൂസ് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ പ്രോപ്പർട്ടി മാറി. കാരണം സിയും ഫൈയും ആ പർട്ടിക്കുലർ ലെയറിന്റെ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഗാമ എന്ന് വെച്ചാൽ ഗാമ ഇൻറ്റു എച്ച് കൺസെപ്റ്റ് വരുന്നത് തൊട്ട് മുകളിലെ ലെയറിന്റെ വെയിറ്റ് ആണ്. നമ്മൾ പലപ്പോഴും പണ്ട് GT1 പറഞ്ഞ കേസാണ് ഗാമ ഇൻറ്റു എച്ച് നമ്മൾ നിൽക്കുന്ന പോയിന്റിന് മുകളിൽ വരുന്ന വെയിറ്റ് ആണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഗാമ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗാമ 2 സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അവിടെ വരുന്ന വെയിറ്റ് ഗാമ 1ന്റെ. സോ നമ്മൾ എടുക്കേണ്ടത് ബിലോ ഇന്റർഫേസിലേക്ക് വരുമ്പോഴത്തേനും ബാക്കി പ്രോപ്പർട്ടി മൊത്തം മാറി, പക്ഷേങ്കിൽ വരുന്ന വെയിറ്റ് കറസ്പോണ്ടിങ് മാത്രം പഴയ ലെയറിൽ എടുക്കുക. ഇത് നമ്മുടെ ഇനീഷ്യൽ ഈ മൊഡ്യൂളിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ K1 5-1 5-2 പ്രത്യേകം വന്നപ്പോഴത്തേനും ഞങ്ങൾ പ്രത്യേകം എഴുതി കാണിച്ചായിരുന്നു എങ്ങനെയാണ് മാറ്റുന്നത്. 5-1ഉം 5-2ഉം വരുന്നിടത്ത് K1 K2 വരും. പക്ഷേ ഗാമ വാല്യൂസ് പഴയ ലെയറിന് എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയേക്കാം ബാക്കിൽ. ഓക്കെ, അപ്പം ബിലോ ഇന്റർഫേസ് ആകുമ്പോഴത്തേന് എന്തുവാ? K2 വരും, കാരണം 5 മാറി 5-2 ആയി. C2 വരും, അതെല്ലാം സെക്കൻഡ് ലെയറിന്റെ വരും പ്രോപ്പർട്ടീസ്. പക്ഷേ ഗാമ 1 H1 പഴയ വെയിറ്റാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് ആ ബി കഴിഞ്ഞ് തൊട്ടിപ്പുറത്തേക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞ വെയിറ്റ് വരുന്നത് പഴയ ലെയറിന്റെ തന്നെയാണ്. അതായത് പുതിയ ലെയറിന്റെ വെയിറ്റ് വന്നിട്ടില്ല, പഴയ ലെയറിന്റെ വെയിറ്റ് ആണ്. ബിലോ ഇന്റർഫേസ് തൊട്ട് ബിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി താഴ്ത്ത് പോലെ ആ ലൈനിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ജസ്റ്റ് ആലോചിക്കുക. അപ്പോൾ നമുക്ക് 15.01 ഒരു വാല്യൂ കിട്ടും ബിലോ ഇന്റർഫേസ്. ആ സെയിം സാധനം സിയിലേക്ക് വരിക. സിയിൽ വരുമ്പോഴത്തേനും എന്താ പറയുക, നമുക്ക് ലെയറും സിയിലും ഈ പറഞ്ഞ പോലെ എബോവ് ആൻഡ് ബിലോ ഉണ്ട്. ശ്രദ്ധിക്കുക, സിയിലും എബോവ് ആൻഡ് ബിലോ ഉണ്ട്. സിയിൽ വരുമ്പോഴത്തേനും ആദ്യം ആ ലെയറിൽ എടുക്കുക, പിന്നെ പഴയ ലെയർ കൺസിഡർ ചെയ്യുക. ലെയർ 1 പിന്നെ കൺസിഡർ ചെയ്യുക, ആദ്യം ലെയർ 2ന്റെ വേദ കൺസിഡർ ചെയ്യുക, തൊട്ട് മുകളിൽ തൊട്ട് താഴെ. അപ്പം സിന്റെ കേസിൽ വരുന്ന പി എ ഈക്വൽ ടു നമ്മുടെ ഡിഫോൾട്ട് ഇക്വേഷൻ K ഗാമ എച്ച് മൈനസ് 2C റൂട്ട് K. അതിനകത്ത് നമ്മുടെ സെക്കൻഡ് ലെയർ ആയതുകൊണ്ട് എല്ലായിടത്തും 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ വരുന്നത് പ്ലസ് നമുക്ക് മുകളിലത്തെ ലെയറിന്റെ വെയിറ്റ് വരാൻ ബാക്കിയുണ്ട്. ആ ലെയറിന്റെ എഴുതുമ്പോഴത്തേന് എന്താ എഴുതാൻ പറ്റുക? ആ ലെയറിന്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് KA2 ഗാമ 1 H1 എന്നൊരു വെയിറ്റ് എഴുതുക. KA2 ഗാമ 1 H1. കാരണം എന്താണ്? ഗാമ 1 H1 ആണ് കറസ്പോണ്ടിങ് ആ ലെയറിന്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഹൈറ്റ്. അത് മാറുന്നില്ല. പ്ലസ് കൂടുതൽ വരുന്ന ടേം എന്ന് വെച്ചാൽ K2, അത് 5 മാറുന്നുണ്ട്. സെക്കൻഡ് ലെയർ ആയതുകൊണ്ട് 5-2 വാല്യൂ എബോ ഇന്റർഫേസ് ആണ്. അതേപോലെ താഴത്തെ കേസിൽ ബിലോ ഇന്റർഫേസ് സി വരുമ്പോഴത്തേന് എന്തുവാ? എല്ലാ ടേംസും പഴയത് തന്നെ, പക്ഷേ കറസ്പോണ്ടിങ് Kന്റെ വാല്യൂ മാറും. 5 വാല്യൂ മാറുന്നുണ്ട്, സിയുടെ വാല്യൂ മാറും. എന്തുവാ? C3 ആവും, ലെയർ 3 ആവും. ജസ്റ്റ് ലെയർ തൊട്ട് താഴെ നിൽക്കുകയാണ്. പ്ലസ് പഴയ വാല്യൂ K ഗാമ എച്ച്, അത് പഴയ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. K ഗാമ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ കറസ്പോണ്ടിങ് Kന്റെ വാല്യൂസ് മാത്രം എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കി ആ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടി മാത്രം ആഡ് ചെയ്യുക. അറ്റ് ലെയർ ഡി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡി വരുമ്പോൾ എല്ലാം കൂട്ടി വരണം. പക്ഷേ എങ്കിൽ കറസ്പോണ്ടിങ് ഗാമ 1 തൊട്ട് ആദ്യത്തെ ലെയർ തൊട്ടോളം എഴുതി വരണം. പക്ഷേങ്കിൽ അവിടെ എക്സ്ട്രാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ പ്രോപ്പർട്ടി മാത്രം മാറ്റുക, ബാക്കി വരുന്നതെല്ലാം K3 ഗാമ 3 H3. ആദ്യത്തെ ടേം എന്ന് വെച്ചാൽ ആ ലെയറിന്റെ മാത്രം എഴുതുക, ലെയർ 3യുടെ മാത്രം എഴുതുക. പിന്നെ അഡീഷണൽ വരുന്ന ലെയേഴ്സിന്റെ കൂടെ കൂട്ടി എഴുതുക. K3 ഗാമ 1 H1, K3 ഗാമ 2 H2. അങ്ങനെ നമുക്ക് 200 വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ലെയർ 1, ലെയർ 2, ലെയർ 3 എഴുതാൻ പറ്റും. ബിലോ ആൻഡ് എബോ ഇന്റർഫേസ് പ്രത്യേകം എഴുതേണ്ടി വരും.
ആ രീതി വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. അപ്പം എല്ലായിടത്തും ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ആ ലെയറിൻ്റെ പ്രോപ്പർട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് കഴിഞ്ഞ ലെയറിൻ്റെ വാല്യൂസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടി. ആദ്യം 0, 27.1, 15.1, അതായത് ബി പോയിന്റ് ഇതിന് 2 വാല്യൂസ് 27, 15. അതേപോലെ സി പോയിന്റിൽ 51, 120, ഡിയിൽ 200. അപ്പോൾ ഇതെല്ലാം വെച്ച് പടം വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് പടം വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ ഒരു ഫിഗർ വരുന്നത്, അത് എയിൽ 0, ബിയിൽ 2 വാല്യൂ 27, 15, സിയിൽ 2 വാല്യൂ 51, 120. അപ്പോൾ നമുക്ക് ആ പോകുന്ന ഡയറക്ഷൻ മനസ്സിലാകും. അതായത് 27 വന്നിട്ട് 15 ആകുമ്പോൾ അതിലും താഴത്തെ വാല്യൂ, അപ്പം ബാക്കിലേക്ക് വരയ്ക്കേണ്ടി വരും. പിന്നെ 51 ആകുമ്പോഴത്തേനും 15 കഴിഞ്ഞ് മുമ്പോട്ട് പോകും. പിന്നെ 120 ആകുമ്പോൾ അതനുസരിച്ച് അത് ആ സെയിം ലൈനിൽ തന്നെ കുറച്ച് മുമ്പോട്ട് വരിക. പിന്നെ 200 നമുക്ക് നമ്മുടെ പടം ഫില്ല് ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ വരച്ച ട്രയാങ്കിളിന് അല്ലെ റെക്ടാങ്കിൾ സൈഡ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് P1, P2, P3, P4, P5 സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെക്കുക. ഏറ്റവും മുകളിൽ ട്രയാങ്കിൾ വരച്ച് ചേർത്തു, പിന്നെ ഒരു റെക്ടാങ്കിൾ, പിന്നെ ഒരു ട്രയാങ്കിൾ, പിന്നെ ഒരു റെക്ടാങ്കിൾ, പിന്നെ ഒരു ട്രയാങ്കിൾ, ഇത്രയും 1 to 5 ആയിട്ട് നമ്പറും കൊടുത്തു. ഇനിയിപ്പോൾ ഓരോ പോയിന്റ്സിൻ്റെയും ഈ ഓരോ എടുത്ത ട്രയാങ്കിൾസിൻ്റെ ഇപ്പം ആദ്യമാണെങ്കിൽ ഫസ്റ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസിൻ്റെ ഹൈറ്റ് കറസ്പോണ്ടിങ് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കുക. പിന്നെ P2 ആകുമ്പോൾ റെക്ടാങ്കിൾ ആണ്, അപ്പോൾ കറസ്പോണ്ടിങ് L ഇൻറ്റു ബി. P3 വീണ്ടും ട്രയാങ്കിൾ, ഹാഫ് ബേസിൻ്റെ ഹൈറ്റ്. P4 വീണ്ടും റെക്ടാങ്കിൾ, P5 വീണ്ടും ട്രയാങ്കിൾ. കറസ്പോണ്ടിങ് നമ്മൾ മുമ്പ് ചെയ്തപോലെ കറസ്പോണ്ടിങ് റെക്ടാങ്കിളിലെ ട്രയാങ്കിൾസിൻ്റെ ഹൈറ്റും ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് P1, P2, P3, P4, P5ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ടോട്ടൽ P എന്ന് വെച്ച് കഴിഞ്ഞാൽ P1, P2, P3, P4 ആൻഡ് P5 ഫൈനൽ ഫുൾ വാല്യൂസ് കിട്ടും. 103.1034.4. അതാണ് ക്യാപിറ്റൽ Pൻ്റെ വാല്യൂ, അല്ലെ PA എന്തായാലും കുഴപ്പമില്ല. ക്യാപിറ്റൽ Pൻ്റെ ഫുൾ വാല്യൂ ആണ് ഇത്രയും പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പം ബാക്കി പോയിന്റ് ഓഫ് ആപ്ലിക്കേഷന് വേണ്ടി ഒന്നാൾ ചെയ്ത് പറഞ്ഞാൽ ഓരോ പോയിന്റ്സിനെയും വിത്ത് റെസ്പെക്ട് ടു ദെയർ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുക. P × X bar = P1 ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഫൈനലി കിട്ടുന്ന പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആസ് X bar = 3.6 മീറ്റർ നമുക്ക് കിട്ടും. 3.6 മീറ്റർ അത് എഴുതി വെക്കുക. അപ്പോൾ ഇതാണ് ഈ ടൈപ്പ് ലെയർ കൂടുമ്പോൾ ഉള്ള സോയിൽ ടൈപ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർഫേസ് വരുമ്പോഴത്തേനും പ്രത്യേകം വരച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഫിഗർ വരയ്ക്കേണ്ടി വരും, എന്നിട്ട് ലൈൻ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ലെയർ ഇത്രയും കൂടി വരുമ്പോഴാണ് ഇത്രയും എണ്ണം കൂടുതൽ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എടുക്കുന്നതിൻ്റെ ഒന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ആ ഒരു ലെയറിൻ്റെ മാത്രം എടുക്കുക, പിന്നെ തൊട്ട് മുമ്പത്തെ ലെയറിൻ്റെയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതി വെക്കുക. ഓക്കെ, അതാണ് നമ്മുടെ പ്രൊസീജിയർ. ഓക്കെ, അപ്പം കറസ്പോണ്ടിങ് ലെയറിൻ്റെ പ്രോപ്പർട്ടി എഴുതുക, പ്ലസ് കഴിഞ്ഞ പ്രീവിയസ് ലെയറിൻ്റെ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രയും മാത്രം ചെയ്യുമ്പോഴത്തേനും അതിന് തൊട്ട് മുകളിലത്തെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ലെയറിനകത്ത് മാത്രം ഈ പറഞ്ഞ ആ ഒരു നമ്മുടെ ഇപ്പം K ഗാമ H - 2C√K ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി വരുന്ന പ്രീവിയസ് ലെയേഴ്സിൻ്റെ ആണെങ്കിൽ അതൊന്ന് കൂട്ടി നമുക്ക് K ഗാമ Hൻ്റെ വാല്യൂ മാത്രം കൂട്ടി വന്നാൽ അപ്പോൾ ട്രയാങ്കിൾ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും കറസ്പോണ്ടിങ് എന്തായാലും കറസ്പോണ്ടിങ് വാല്യൂസ് എഴുതി പോന്നാൽ മതി. ഓക്കെ, ഇനിയിപ്പം ഒരു ക്വസ്റ്റ്യൻ, ഒരു ഹോംവർക്ക് ആയിട്ട് തരുവാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് പാസീവ് ഫോഴ്സ് പെർ മീറ്റർ ലെങ്ത്. ഓരോ പോയിന്റ് പാസീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. ഓക്കെ, ഈ പോയിന്റ്സ് ഇപ്പം ലെയർ 1ൻ്റെ യൂണിറ്റ്സ് വാല്യൂസ് ഗാമ 5Cയും ലെയർ 2ൻ്റെ 5C ഗാമയാണ്. 3 ഇത്രയേ ഉള്ളൂ. അപ്പം 2 ലെയറേ ഉള്ളൂ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 2 ഹൈറ്റിനകത്ത് 2 മീറ്റർ ആണ്. ഫുൾ ഹൈറ്റ് 4, 2 ആണ് വരുന്നത്. ഇടയ്ക്ക് വാട്ടർ ടേബിൾ വരുന്നുണ്ട്, അത് വിട്ട് ശ്രദ്ധിക്കുക. വാട്ടർ ടേബിൾ ഇടയ്ക്ക് വരുന്നുണ്ട്. ബാക്കി ചോദിക്കുന്ന പാസീവ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ആക്റ്റീവിൻ്റെ പോലെ വരച്ച് വെക്കല്, പാസീവിൻ്റെ ഫിഗർ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ലെയർ 3 ഒക്കെ ചോദിക്കുന്ന മാക്സിമം ചാൻസ് കുറവാണ്, പക്ഷേ മാക്സിമം ഒരു 2 വരെയൊക്കെ വരത്തുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ടൈപ്പോടൊന്ന് ഓർത്തിരിക്കുക, ഈ ടൈപ്പ് വരെ മാക്സിമം ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് വരുന്ന കേസ് ഒന്ന് പ്രത്യേകം നോക്കിയേക്കുക. അങ്ങനെ ആകുമ്പോഴത്തേനും അതിൻ്റെ ഒരു സൊല്യൂഷനോട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യുക. ഒരു ഹോംവർക്കായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.